എങ്ങനെ വിളിച്ചു? ഹലോ, ഇവിടെ കുട്ടൻ മനരിക്കലുണ്ടോ? കുട്ടനോ? അപ്പൊ മനരിച്ചല്ലോ നിനക്ക് അറിയില്ല. ഞാൻ ഇതുവരെ അങ്ങനെ ഒന്നും കേട്ടില്ല. അല്ല, ഇവിടെ എവിടെയെങ്കിലും കുട്ടൻ മനരിക്കലുണ്ടോ? ഓൻ അങ്ങനെ റോട്ടുമലൊന്നും ഒഴിക്കാത്ത ആളാ. പിന്നിപ്പോ ഇങ്ങനെ ഓൻ മനരിച്ചിനെ ഞാൻ കാണുക. നിങ്ങളെ ഒപ്പം വരും, നമുക്ക് ഓരോട് ചോദിച്ചു നോക്കാം. സമീറേ, കുട്ടൻ മനരിച്ചലുണ്ടോ? ഓൻ മനരിച്ചലുണ്ടോന്ന് ചോദിച്ചാൽ ഞാൻ അവൻ്റെ ഒപ്പം മൂത്രമൊഴിച്ചില്ല. മൂത്രമൊഴിച്ചുമ്പോൾ ഓൻ പൊത്തി പിടിച്ചു, ഞാനും പൊത്തി പിടിച്ചു. അന്യ പുരുഷന്മാരെ മുമ്പിൽ ഔറത്ത് വെളിവാക്കാൻ പറ്റില്ലല്ലോ. അത് ശരി, അത് പറ്റും. നിങ്ങൾ ഈ നാട്ടുകാരായിട്ട് നിങ്ങൾക്ക് ഇതൊന്നും അറിയില്ലടോ? സംഭവമൊക്കെ ശരിയാ, പക്ഷെ മനരിച്ചിനോടത്തേക്ക് നോക്കാൻ മാത്രമുള്ള ബന്ധമൊന്നും ഞങ്ങൾ തമ്മിലില്ല. മാത്രല്ല കുട്ട അവർക്ക് ഒരാളെ അടുപ്പിച്ചില്ല. അല്ല, എന്താ നിങ്ങൾ ചോദിച്ചാൻ കാരണം? അവന് മഞ്ഞപ്പിത്തത്തെ പിടിച്ചോ? അല്ലല്ല, മഞ്ഞപ്പിത്തൊന്നല്ല, അവൻ ഗൾഫിൽ പോകാൻ ഒരു പാസ്പോർട്ടിന്റെ ആവശ്യമായിട്ട് വന്നാ. ഗൾഫ് പോകുമ്പോ മൂത്രം വെച്ചാണ്ട് മനോരിച്ചൊക്കെ വേണോ? കാലം പോയൊരു പോക്കെ. ഹലോ, ആ ഞാൻ നിങ്ങളുടെ നാട്ടിലെത്തിയിട്ട് ഫോൺ സ്വിച്ച് ഓഫ് ആയിട്ട് ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടായി പോയി. മൂത്രം പരിശോധിക്കാൻ വന്ന ഏതോ മൊബൈൽ ലബോറട്ടറിക്കാരനാ തോന്നുന്നത്. ഞാൻ ചോദിച്ച അഡ്രസ്സുള്ള കുട്ടൻ മനരിക്കൽ ഇതാണ്. മൂപ്പര് പാസ്പോർട്ടിന്റെ വെരിഫിക്കേഷൻ വേണ്ടി വന്നാണ്. വിളിച്ച് കിട്ടി, മൂപ്പര് ഉണ്ട്, ഞാൻ പോകണം. അല്ലടോ, നിങ്ങളൊക്കെ മനരിച്ചുണ്ട്. ഗൾഫ് പോകാൻ പാസ്പോർട്ട് എടുക്കാൻ മനരിച്ചണോ? എനിക്കറിയാം, ഇതൊക്കെ എപ്പോഴല്ലേ അറിയണത്. സൗദി അറേബ്യ അല്ലേ, അത് മതി. ഞാൻ നാളെ വന്നിട്ട് മനരിച്ച ഒരുങ്ങിക്കോ. no, 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 no.